ഇന്ത്യ യു.എ ബന്ധത്തിൽ ചരിത്രപരമായ മുന്നേറ്റം. നരേന്ദ്രമോദിയുടെ യു.എ സന്ദർശനത്തിനിടെ തന്നെ വൻ നിക്ഷേപ പ്രഖ്യാപനവുമായിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രംഗത്ത് വന്നിരിക്കുന്നത്. $5 ബില്യൺ, അതായത് ഏകദേശം 42,000 കോടി രൂപയുടെ നിക്ഷേപമാണ് യു.എ ഇന്ത്യക്കായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന മേഖലയും ബാങ്കിംഗ് മേഖലയും പോലും ശക്തിപ്പെടുത്തുന്നതാണ് ഈ ഒരു നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു.എ പ്രസിഡന്റും നടത്തിയ ഉന്നതതല കൂടിക്കാഴ്ചയിലാണ് പ്രതിരോധം, ഊർജം, വ്യാപാരം തുടങ്ങി നിരവധി നിർണായക മേഖലകളിലേക്ക് ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരിക്കുന്നത്. RBL ബാങ്ക്, സമ്മാൻ ക്യാപിറ്റൽ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ എന്നിവയിലാണ് ഏറ്റവും കൂടുതലായി തന്നെ യു.എയുടെ പ്രധാന നിക്ഷേപം കേന്ദ്രീകരിക്കുക. അതിനോടൊപ്പം തന്നെ ഊർജ സഹകരണത്തിലും വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാകും. അതേപോലെ ദ്രവീകൃത പെട്രോളിയം, ഗ്യാസ്, LPG വിതരണം ശക്തിപ്പെടുത്തുന്നതിനും സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് സംബന്ധിച്ചും പുതിയ കരാറുകൾ ഒപ്പുവെച്ചതായി തന്നെ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇന്ത്യ യു.എ സാമ്പത്തിക ബന്ധം അത് പുതിയ ഉയരങ്ങളിലേക്ക് കടക്കുന്നു എന്നതിന്റെ ശക്തമായ ഒരു സൂചനയാണ് ഈ പ്രഖ്യാപനങ്ങൾ നൽകുന്നത്. ഗുജറാത്തിലെ വഡ്നാറിൽ കപ്പൽ അറ്റകുറ്റപ്പണിക്കായുള്ള ഷിപ്പിംഗ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിക്കാനുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നതായി തന്നെ പറയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്ക് തടസ്സമില്ലാതെ തന്നെ തുറന്നു നൽകേണ്ടത് അത്യാവശ്യം. അത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രതിഫലിക്കുന്നതിൽ പ്രധാനമന്ത്രി വലിയ രീതിയിലുള്ള ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ പ്രധാന വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് തടസ്സമില്ലാതെ തന്നെ തുറന്നു നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മേഖലയിൽ സമാധാനം നിലനിർത്താൻ ഇന്ത്യയും യു.എയും വലിയ രീതിയിൽ തോളോട് തോൾ ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അബുദാബി വിമാനത്താവളത്തിൽ നടന്ന സ്വീകരണത്തിനെത്തിയ യു.എ പ്രസിഡന്റിന്റെ നടപടിയെ വലിയ രീതിയിൽ, അതായത് സഹോദര തുല്യമായ സ്നേഹം എന്നതാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഊർജം, നിക്ഷേപം, വിതരണ ശൃംഖല തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യയും യു.എയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സന്ദർശനത്തിനോടനുബന്ധിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഔദ്യോഗിക പ്രതിരോധ പങ്കാളിത്ത ചട്ടക്കൂട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതായി തന്നെ വിലയിരുത്തുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു.എയിൽ എത്തുകയും നേരിട്ടെത്തി സ്വീകരിച്ചുകൊണ്ട് യു.എ പ്രസിഡന്റ് ആകട്ടെ വലിയ രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് അവിടെ നടത്തിയത്. നരേന്ദ്രമോദിയോടുള്ള ആദര സൂചകമായി തന്നെ F-16 യുദ്ധവിമാനങ്ങളുടെ അകമ്പടി നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ അവിടേക്ക് സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അബുദാബി ആകാശത്ത് പ്രവേശിച്ച പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അകമ്പടിയായി തന്നെ യു.എയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ പറന്നുയരുകയും പ്രധാനമന്ത്രി സഞ്ചരിച്ചിരുന്ന എയർ ഇന്ത്യ 1 ബോയിങ് 777-300ER വിമാനത്തിന് ഇരുവശത്തുമായി തന്നെ യു.എ വ്യോമസേനയുടെ F-16 ബ്ലോക്ക് 16 വിമാനങ്ങൾ പറന്നുയരുകയും അദ്ദേഹത്തിന് അകമ്പടി നൽകുകയും ചെയ്യുന്നതാണ് ചില പുറത്തുവന്ന വീഡിയോകൾ സൂചിപ്പിക്കുന്നത്. ഒരു വിദേശ രാജ്യത്തെ ഭരണത്തലവിന് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ആദരവുകളിൽ ഒന്നായി തന്നെ ഇത് ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ മധ്യേഷ്യയിലെ യുദ്ധ സാഹചര്യം മൂലം ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായ സമയത്തു കൂടിയാണ് മോദിയുടെ ഈ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നതായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.